ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സമൃദ്ധമായ ജീവനിലേക്ക് ലോകത്തെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ക്രിസ്തു വന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നത്. ജീവന്റെ ആഘോഷങ്ങളുടെ വെളിച്ചം കെട്ടുപോകുന്നതാണ് സ്വർഗത്തിൻ്റെ വലിയ ദുഃഖം. ധൂർത്തപുത്രന്റെ മടങ്ങി വരവിൽ സ്വർഗം സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇറങ്ങിപ്പോക്കിൽ ഏറ്റവും വേദനിച്ചു എന്നുകൂടിയാണ്. ജീവിക്കാനുള്ള കാരണങ്ങൾ നേർത്തില്ലാതെയാകുമ്പോൾ ഒരാൾക്ക് ജീവിതം നിരാശവും അരോചകരവുമായി തീരും. പിന്നെ എന്തുണ്ടായാലും മടുപ്പും വെറുപ്പുമൊക്കെയാണ്. ജീവിതത്തോട് ചുറ്റിപ്പറ്റി പറക്കുന്ന എല്ലാ പൂമ്പാറ്റകളും അയാൾക്ക് ശല്യം തന്നെയായിരിക്കും. ജീവനെയും ജീവിതത്തെയും ഗൗരവമായി എടുക്കുന്ന പേരറിയാത്ത ഒരു ബാലനിൽ കൂടി കർത്താവിൻ്റെ മനസ്സലിവ് വെളിപ്പെട്ട ഉപമയ്ക്ക് വേണമെങ്കിൽ ഒരു കൗദാശിക മാനം നമുക്ക് നൽകാം. നുറുക്കപ്പെടുന്ന അപ്പത്തിലൂടെ പകർത്തപ്പെടുന്ന ജീവിതത്തെയാണ് അത് അടയാളപ്പെടുത്തുന്നത്. ക്രൂശിലേക്കുള്ള ഒരു ദിശാസൂചകം കൂടിയാണിത്. തൃപ്തരായ ജനസഞ്ചയത്തിൻ്റെ ആഘോഷം ചില നിമിഷങ്ങളിലേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ ക്രിസ്തു പറയുന്നത്, നിങ്ങൾ അപ്പം തിന്നത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. കേവലം അപ്പം എന്ന അടിസ്ഥാനത്തിൽ നിന്ന് ജീവന്റെ സമൃദ്ധമായ അപ്പം എന്ന ക്രിസ്തുവിലേക്കാണ് ഈ സൂചന കടന്നു പോകേണ്ടത്. നിസ്സാരതകളിലൂടെ വെളിപ്പെടുന്ന സാരാംശം ഇവിടെ കർത്താവ് പങ്കുവയ്ക്കുക. ബാലനായതുകൊണ്ട് അവൻ്റെ സമർപ്പണത്തിന് അർത്ഥമില്ലാതെ പോകുന്നില്ല. ഇവിടെ ക്രിസ്തുവിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ബാലകന്റെ മനോവ്യാപാരത്തിൻ്റെ പേരാണ് അത്ഭുതം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിലേക്ക് ഉയരാൻ അവന് കഴിഞ്ഞതുകൊണ്ടാണ് വിശപ്പിന് മീതെ ദൈവത്തിൻ്റെ കരുതൽ ഇറങ്ങി വന്നത്. നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളിലും ദൈവകൃപയുടെ സാരാംശം വെളിപ്പെടുന്നുണ്ട് എന്നത് നോമ്പിൻ്റെ നാളുകളിൽ നാം ഓർക്കണം. മോശയോട് ദൈവം ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഉത്തരം ഒരു വടി എന്നാണ്. നിസാരമെന്ന് തോന്നിക്കുന്ന വടിയായിരുന്നു അടയാളങ്ങളുടെ പെരുമഴ പെയ്ച്ചത്. ഇസ്രായേൽ ജനതയെ വിമോചിപ്പിക്കാൻ കാരണമായതും അതുതന്നെ. ദാവീദിനോട് ദൈവം ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്താണ്? ഒരു കവിണയും ഏതാനും കല്ലുകളും മാത്രം. ഫെലിസ്തീയ സൈന്യത്തിന്മേൽ വിജയം നേടാൻ കാരണമായത് ഈ കവിണയും കല്ലുമായിരുന്നു. നിങ്ങളുടെ കൈവശം എന്തുണ്ട് എന്ന് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ ഒരു ബാലകന്റെ കൈവശം 2 മീനും 5 അപ്പവും ഉണ്ടെന്ന് മറുപടി. മഹാപുരുഷാരത്തിന്റെ കണക്കിൽ ഉൾപ്പെടാത്ത ബാലനാണ് നിസാരമെന്ന് തോന്നിക്കുന്ന ഒരു സമർപ്പണം മുൻപോട്ട് വയ്ക്കുന്നത്. അത് അനേകരുടെ മുൻപിലേക്ക് സമൃദ്ധിയായി വിളമ്പി വയ്ക്കുന്നു. തൃപ്തിയുടെ അനുഭവത്തെ സമ്മാനിക്കുന്ന ഈ സമർപ്പണം ഒരു കൂദാശയാണ്. ചോദ്യം നമ്മിലേക്ക് എന്താണ് നമ്മുടെ കൈവശമുള്ളത് എന്നതാണ്. ഏറ്റവും ചെറുതുപോലും ദൈവത്തിന് മുൻപിലുള്ള സമർപ്പണമാകുമ്പോൾ അതിനെ ശ്രേഷ്ഠമാക്കുന്ന കർത്താവിൻ്റെ കൃപയിൽ നമുക്കും ആശ്രയിക്കാം. സ്നേഹത്തിൻ്റെ രുചിക്കൂട്ട് ദൈവകരങ്ങളിൽ ഉണ്ട്. ഏതോ അടുക്കളയിൽ കരിപടർന്ന ചുവരുകൾക്കുള്ളിൽ പുകഞ്ഞു കലങ്ങിയ കണ്ണുകളിൽ നിന്ന് ഇറ്റുവീഴുന്ന കണ്ണുനീർ തുള്ളികൾ കൈകൊണ്ട് തുടച്ച് ഒരാൾ സ്നേഹത്തിൻ്റെ രുചിക്കൂട്ട് ചുട്ടെടുത്തു. ഈ പ്രക്രിയയ്ക്ക് ഒറ്റ കാരണമേ ഉള്ളൂ: അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, മനസ്സലിവ്. വിശന്ന് തളർന്നു പോകാതിരിക്കാൻ സ്നേഹത്തിൻ്റെ പൊതി മകന് നൽകി അവനെ യാത്രയാക്കുന്നു. എല്ലാ സ്നേഹവും ഈ രുചിക്കൂട്ടിൽ കലർന്നിട്ടുണ്ട്. ഈ അമ്മയുടെ മനസ്സലിവിൻ്റെ മഹത്തായ തലമാണ് ക്രിസ്തുവിലും വ്യാപരിക്കുന്നത്. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. തൻ്റെ വിശപ്പിനേക്കാൾ ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് ബാലൻ മനസ്സ് അർപ്പിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് കർത്താവ് സാത്താനോട് പറഞ്ഞത് ഇവിടെ അന്വർത്ഥമാകുന്നുണ്ട്. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് അവൻ മനസ്സ് കൊടുക്കുന്നു. ഈ രുചിക്കൂട്ട് ദൈവകരങ്ങളിൽ എത്തുമ്പോൾ അത് മഹത്തായ രുചിഭേദമാകുന്നു. ശ്രേഷ്ഠമായ ഒരു കൂദാശയായി മാറും. ക്രിസ്തുവിൻ്റെ കരങ്ങളിലെത്തുന്ന ഏത് വസ്തുവിനും ഇങ്ങനെ ഒരു രൂപാന്തരം ഉണ്ടാകുന്നു. വാഴ്ത്തി അനുഗ്രഹിച്ച് വിളമ്പുമ്പോൾ തൃപ്തിയും സമൃദ്ധിയും നിറഞ്ഞു വരുന്നു.
പോരായ്മകളെ നിറവുകളാക്കാൻ കഴിയുന്നവന് മുൻപിൽ എല്ലാം പകർന്നു കൊടുക്കുക, പങ്കിടുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ദൈവസ്നേഹത്തെ പ്രതി മാറ്റിവെക്കപ്പെടുന്ന വിശപ്പാണ് ഇവിടെ കാണുന്നത്. തെരഞ്ഞെടുപ്പിനുള്ള സ്വയാധികാരം ദൈവം മനുഷ്യന് മാത്രം നൽകിയിട്ടുള്ളൂ. വിശന്ന് നിൽക്കുന്ന ഏത് ജീവിയുടെ മുൻപിൽ ഇര എന്നത് ഭക്ഷണമാണ്. കാരണം വിശപ്പ് എന്നാൽ മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന വിശപ്പ് മാത്രമല്ല, ധാർമ്മികതയും കൂടെയാണ്. അതുകൊണ്ട് വിശപ്പിന് മുൻപിൽ നിരാഹാരം ഇരിക്കാനുള്ള ഇച്ഛാശക്തി മനുഷ്യനുണ്ട്. കല്യാണത്തിന് മുൻപ് കന്യാവ്രതം സ്വീകരിക്കാനും മനുഷ്യന് ബലമുണ്ട്. പക്ഷേ ഏത് കാരണത്തെ പ്രതിയാണ് ഞാൻ എൻ്റെ നൈസർഗികമായതും പ്രലോഭിപ്പിക്കുന്നതുമായ ചോദനകളെ വേണ്ട എന്ന് പറയേണ്ടത്? അവിടെയാണ് ആത്മീയതയുടെ സൂര്യവെളിച്ചം പടരുന്നതും ബാലന്റെ വിശപ്പ് മാറ്റിവെക്കപ്പെടുന്നത് ഒരു തിരിച്ചറിവിൻ്റെ മുൻപിലാണ്. കർത്താവിൻ്റെ മനസ്സലിവ് അനേകരുടെ വിശപ്പിനെ കുറിച്ചുള്ളതായിരുന്നതിനാൽ അവിടേക്കാണ് അവൻ്റെ യാത്ര. ദൈവസ്നേഹത്തെ പ്രതി ഞാൻ എന്ത് സൗഭാഗ്യമാണ് വേണ്ട എന്ന് വെച്ചിട്ടുള്ളത്, എന്ത് നഷ്ടമാണ് ഏറ്റെടുത്തിട്ടുള്ളത്, ഏത് വിശപ്പാണ് മാറ്റിവെച്ചിട്ടുള്ളത്? ആത്മീയതയുടെ ഈ നാളുകളിൽ, നോമ്പിൻ്റെ നാളുകളിൽ ഇതിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. സമൃദ്ധമായ ജീവനിലേക്ക് ഞങ്ങളെ നയിക്കുകയും അതിനുവേണ്ടി ഈ ഭൂമിയിൽ ജനിക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിനായും അതിൻ്റെ എല്ലാ സാധ്യതകൾക്കായും നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതം അനുഗ്രഹകരമായിരിക്കണമേ. ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഞങ്ങളുടെ ചില രുചിക്കൂട്ടുകളുമൊക്കെ നോമ്പിൻ്റെ നാളുകളിൽ ക്രിസ്തുവിന് വേണ്ടി, ഒരു വിഭാഗത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ള കൃപ നൽകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിലൂടെ കൃപ കൂടി ഞങ്ങളെ നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും നിറവ് പകരണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മേവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.